കളിയാക്കിയവരോടും അപഹസിച്ചവരോടും പറയുകയാണ്. നിലമ്പൂരിലെ അവസാന കമ്മ്യൂണിസ്റ്റുകാരന് ജൂൺ 19 വോട്ട് രേഖപ്പെടുത്തും. പ്രവാസികളായ പാർട്ടിക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുക്കിലും മൂലയിലും കവലകളിലും എങ്ങും തെരഞ്ഞെടുപ്പോളങ്ങൾ എത്തിക്കാൻ CPM പ്രവർത്തകർക്കാകുന്നു. തിരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ആളുകൾ സ്വമേധയാ ഒഴുകിയെത്തുന്നു. ഇതിനെല്ലാം ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഒറ്റ പേരേ ഉള്ളൂ, സ്വരാജ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കേരളത്തിലെ യുവതലമുറയിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിനെ നിയമസഭയിലേക്ക് അയക്കാൻ നിലമ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞു. ചരിത്രത്തിന്റെ, യാഥാർത്ഥ്യത്തിന്റെ, നിലപാടുകളുടെ പോരാളിയാണ് സ്വരാജ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് തലേ ദിവസം മാത്രം എത്തിച്ചേർന്ന LDF സ്ഥാനാർത്ഥിയെ നിവർന്നു നിന്ന് വിജയിപ്പിക്കാൻ നിലമ്പൂരിലെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും പിന്തുണച്ച പാർട്ടിയെ, ആ പാർട്ടി പ്രവർത്തകരെ, നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരാൾ കാരണം വന്ന തിരഞ്ഞെടുപ്പിന് മുന്നേ നിലമ്പൂരിലെ പാർട്ടി ശാന്തമായിരുന്നു, പാർട്ടിക്കാരും. എന്നാൽ സ്വരാജ് എന്ന പേര് പ്രഖ്യാപിച്ചതോടു കൂടിയാണ് അതിന്റെ ആഴവും ശക്തിയും എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. മറ്റൊന്നുമില്ലാതെ തന്നെ സ്വരാജ് ഒന്നാമതായി കഴിഞ്ഞു.